ഞാൻ രാജേഷ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു ട്രാവൽ വീഡിയോയിലേക്ക് ആദ്യമായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കുറച്ചു നേരം എന്നോടൊപ്പം സഞ്ചരിക്കാൻ ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഞങ്ങൾ പ്ലാൻ ചെയ്തത് ശബരിമല പമ്പയിലേക്കുള്ള ഒരു ട്രിപ്പാണ്. പക്ഷേ ഒന്നോർക്കുക, ഇപ്പോൾ സീസണല്ല. ആ സമയത്ത് തന്നെ പോകാനാണ് ആഗ്രഹിച്ചത്. കാരണം കാടിൻ്റെ ഭംഗി ആസ്വദിക്കുക, എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെയോ പക്ഷികളെയൊക്കെ കാണാൻ പറ്റിയാൽ അത് കാണുക, നിശബ്ദത ആസ്വദിക്കുക, ഇതൊക്കെയായിരുന്നു ഉദ്ദേശം. അങ്ങനെ കായംകുളത്ത് നിന്നും ഏകദേശം രാവിലെ 10 മണിയോടെ ഞാനും കൂടെ എൻ്റെ ഫാമിലിയും പമ്പയിലേക്ക് തിരിക്കുകയാണ്. ആദ്യം പത്തനംതിട്ടയിലെത്തി. പത്തനംതിട്ടയിൽ നിന്നും നേരെ വടശ്ശേരിക്കര ലക്ഷ്യമാക്കി ഞങ്ങളുടെ കാർ സഞ്ചരിച്ചു. വടശ്ശേരിക്കര ടൗൺ അത്യാവശ്യം നല്ലൊരു ടൗണാണ്. പ്രത്യേകിച്ച് വനമേഖലയിലുള്ളവരുടെ എല്ലാം ഒരു ബിസിനസ് കേന്ദ്രമാണ് വടശ്ശേരിക്കര. അത് കഴിഞ്ഞ് വീണ്ടും ജനവാസമുള്ള മേഖലയാണ്. കുറേ ഏകദേശം ചെക്ക് പോസ്റ്റ് വരെ. നിങ്ങളീ കാണുന്നതാണ് വടശ്ശേരിക്കര പാലം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നപ്പോൾ ഈ പാലമൊക്കെ വളരെ ഇടുങ്ങിയതായിരുന്നു. ഇപ്പോൾ വളരെ മനോഹരമായിട്ട് ചെയ്ത് അവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മലനിരകൾ കാണാൻ തുടങ്ങും. നല്ല മനോഹരമായ മലനിരകൾ, നിശബ്ദത തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം, നല്ല നനുത്ത കാറ്റും അടിക്കുന്നുണ്ട്. മഴയുടെ ചെറിയൊരു ലാഞ്ചന ഉണ്ടെങ്കിലും മഴ പെയ്യാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല. ആ കാറ്റിൻ്റെ ഒരു ശക്തി കാണുമ്പോൾ തന്നെ നമുക്കറിയാം മഴ പെയ്യാൻ സാധ്യതയില്ല. അങ്ങനെ ഞങ്ങളുടെ വാഹനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. നിങ്ങൾ നോക്കുമ്പോൾ കാണാമല്ലോ, വിജനമായ സ്ഥലം. ഒരു വാഹനവും എതിരെ വരുന്നില്ല, ഒരു വാഹനം ഞങ്ങളുടെ കൂടെയും വരുന്നില്ല. റോഡിലെല്ലാം കാറ്റത്ത് വീണ കരിയില തള്ളം കെട്ടി കിടക്കുന്നുണ്ട്. വാഹനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നിശബ്ദത. ഫാമിലിക്ക് ചെറിയ ഭയമൊക്കെ ഉണ്ടായി തുടങ്ങി. കാരണം ആനയുടെയൊക്കെ ബോർഡ് ഇരിപ്പുണ്ട്. ആന ഇറങ്ങുന്ന വഴിയാണ്, സൂക്ഷിക്കുക എന്നൊക്കെയുള്ള ബോർഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ സഞ്ചരിച്ചപ്പോൾ ഒരു കുരങ്ങ് കൂട്ടത്തെ കണ്ടു. കുറച്ചു നേരം അവിടെ നിർത്തി. അവർ സാധാരണ നമ്മുടെ വാഹനത്തിൻ്റെ മണ്ടയിലൊക്കെ കയറുന്നതാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ചെക്ക് പോസ്റ്റ്. അവിടെ നിന്ന് നിലയ്ക്കൽ ഭാഗത്തേക്കാണ് തിരിഞ്ഞ് പമ്പയിലേക്ക് പോകുന്നത്. ആ കുരങ്ങ് കൂട്ടത്തെ കണ്ടില്ല, 1-2 പേരേ ഉള്ളായിരുന്നു. അത് കാരണം ഞങ്ങൾ വീണ്ടും മുന്നോട്ട് തന്നെ സഞ്ചരിച്ചു. ചെറിയ വഴിയരികിലെ കച്ചവടക്കാർ ഉണ്ട്, പക്ഷേ കച്ചവടം ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങൾ നിലയ്ക്കൽ ഭാഗത്തെത്തി. നിലയ്ക്കൽ ഭാഗത്ത് നിന്ന് വീണ്ടും പമ്പയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. നിശബ്ദമായ അന്തരീക്ഷം. ഇങ്ങനെ ഒരു പമ്പ ഒരു പക്ഷേ നിങ്ങൾ കണ്ടു കാണാൻ സാധ്യത വളരെ കുറവാണ്. കാരണം സീസൺ ആകുമ്പോൾ എത്രയോ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡാണിത്. ഇടതടവില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന റോഡാണ് സീസണായി കഴിഞ്ഞാൽ. ഒരുപാട് ചെറിയ ചെറിയ കടകളും ഒക്കെ കാണാം. അങ്ങനെ നിലയ്ക്കൽ ഭാഗത്ത് നിന്ന് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ഭാഗം വരെയൊക്കെയാണ് സാധാരണ വലിയ വാഹനങ്ങൾ, KSRTC പോലുള്ള വാഹനങ്ങളൊക്കെ പ്രവേശിക്കുന്നതും ടൂറിസ്റ്റ് ബസ്സുകളും ഒക്കെ പാർക്ക് ചെയ്യുന്ന ഏരിയയാണ് ഈ നിലയ്ക്കൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് ശബരിമലയ്ക്ക് പ്രത്യേക വാഹനത്തിൽ പോകേണ്ടി വരും. കാറ് കുറച്ചുകൂടെയൊക്കെ പോകാം എന്ന് തോന്നുന്നു. അങ്ങനെ വീണ്ടും വിജനതയിലേക്ക് പോവുകയാണ്. ഇവിടെയാണെങ്കിൽ ആൾക്കാർ പോലുമില്ല, ഒരാൾ പോലും ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങിങ്ങ്
സീസണിന് വേണ്ടി മാത്രം തുറക്കുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട്. മാസത്തിൽ 4-5 ദിവസവും വർഷത്തിൽ 2-3 മാസവും ഒക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒരു പക്ഷേ ഇവരൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന്, ഈ പറഞ്ഞ വടശ്ശേരിക്കര ടൗണിൽ നിന്നൊക്കെ ഇവിടെ വന്ന് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ശബരിമല പമ്പ KSRTC പാർക്ക് ചെയ്യുന്ന KSRTC സ്റ്റാൻഡിൻ്റെ ഭാഗത്തെത്തി. ഇവിടെയാണ് സീസൺ ടൈമിൽ KSRTC യൂസ് ചെയ്യുന്ന ഓഫീസും അവരുടെ ടിക്കറ്റ് കൗണ്ടറുകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയാണ് പാർക്കിംഗ് ഏരിയ. ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് KSRTC പോവില്ല. പിന്നെ നേരെ പമ്പയിലേക്കാണ്, പമ്പാ നദിയുടെ തീരപ്രദേശത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നദിയൊക്കെ ഏത് അവസ്ഥയിലാണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ എന്തായാലും അമ്പലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല. പമ്പ വരെ പോകാൻ സാധിക്കുകയുള്ളൂ. സീസൺ അല്ലാത്തതുകൊണ്ട് അമ്പലത്തിലോട്ട് പോകാനും കഴിയില്ല. അങ്ങനെ പമ്പയിലേക്ക് ഇറങ്ങുന്ന ജംഗ്ഷൻ, നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പാർക്കിംഗ് ഏരിയയും, റൈറ്റിലേക്ക് ഈ അയ്യപ്പൻ്റെ പുലിപ്പുറത്തിരിക്കുന്ന പ്രതിമയിൽ നിന്ന് റൈറ്റിലേക്ക് താഴോട്ടിറങ്ങിയാൽ നേരെ പമ്പ നദിയുടെ തീരത്തേക്കാണ്. അവിടെ പമ്പാ നദിയിൽ തന്നെ ക്രോസിംഗ് ബ്രിഡ്ജുണ്ട്. ഇവിടെ കടകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു കട പ്രവർത്തിക്കുന്നുണ്ട്. ദാണ്ടെ കാട്ടിൽ നിന്ന് കയറി വരുന്ന പന്നികളാണ് കൂട്ടത്തോടെ പോകുന്നത്. അവൻ്റെയൊക്കെ ഒരു പവർ കണ്ടില്ലേ? അമ്മ പന്നിയും അതിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ളതെല്ലാം ഉണ്ട്. വളരെ ആഹാരം തേടി നടക്കുകയാണ്. ഞങ്ങൾ അവിടെ നിന്ന് കാറ് നേരെ പാലത്തിൽ കൂടെ, ഇവിടെയൊക്കെയാണ് ശബരിമല സീസൺ സമയത്ത് ഭക്തർ വന്ന് തമ്പടിക്കുന്നതും താമസിക്കുന്ന ലോഡ്ജുകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെയൊക്കെ ഇപ്പോൾ വിജനമാണ്. ഇവിടെയൊക്കെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ആൾക്കാരും പിന്നെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ വന്നിട്ടുള്ള വാഹനങ്ങളും ഒക്കെയാണ് കിടക്കുന്നത്. ഇവിടെയൊക്കെ ജനലക്ഷങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ വളരെ വിജനമായി കിടക്കുന്ന, സൂചി കുത്താനിടമില്ലാത്ത അത്ര ജനങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ്. വിരിയും ഒക്കെ വെച്ച് നടക്കുന്നതും കുളിക്കുന്നതും ഒക്കെ ഈ പ്രദേശത്താണ്. സീസൺ 3-4 തവണ ഞാൻ ശബരിമല വന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് വളരെ ചെറുപ്പത്തിലൊക്കെ വന്നത് കൊണ്ട് എനിക്കിവിടെ വ്യക്തമായിട്ട് അറിയാം. അന്നൊന്നും ഇത്ര പുരോഗമനമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം എല്ലാം വളരെ, ഇവിടെ തന്നെ വളരെ ക്യൂ ആണെന്നാണ് പറയുന്നത്. അത്രയേറെ മനോഹരമായിട്ടാണ് ഇവിടെ എല്ലാം ഇപ്പം വൃത്തിയാക്കിയിട്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഞങ്ങളെന്തായാലും ക്ഷേത്രത്തിൻ്റെ കയറാനുള്ള എൻട്രൻസ് ഏരിയയിലേക്ക് ഒന്ന് പോയി നോക്കുകയാണ്, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ എൻ്റെ മകളും അവളുടെ അടുത്ത് പറഞ്ഞു, ആ എൻട്രൻസിൽ വന്നിട്ട് നീ കയറി വേണമെങ്കിൽ ക്ഷേത്രം ഒന്ന് നോക്കിക്കോളൂ. ക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു മാളികപ്പുറം എന്ന് പറയുന്ന ഹിന്ദു വിശ്വാസത്തിലുള്ള ഒരു ക്ഷേത്രമുണ്ട്. മാളികപ്പുറം എന്നാണ് അതിന് പറയുക. ആ ക്ഷേത്രത്തിൽ നമുക്ക് കയറാം. അവിടെ തന്നെ ഒരു ഗണപതി ക്ഷേത്രവുമുണ്ട്, നമുക്ക് കയറി കാണാം. ഇതൊക്കെ ലോഡ്ജും പിന്നെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ആലയങ്ങളും ഒക്കെയാണ് കാണുന്നത്. ഇതെല്ലാം ഈ സീസൺ സമയങ്ങളിൽ വിരിവയ്ക്കുന്ന സ്ഥലങ്ങളാണ്, ഹോട്ടലുകളാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളവരുടെയൊക്കെ തന്നെ ഹോട്ടലുകളൊക്കെ തന്നെയാണ്. ആ സീസൺ ടൈമിൽ അവർ ക്ഷേത്രത്തിൽ നിന്ന് ലേലമെടുത്ത് അവർ ചെയ്യുന്ന ഹോട്ടലുകളാണ്. ഇപ്പോൾ അതെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ കാറിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയില്ല, ആ റോഡിലേക്ക് പോയി നോക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് ഭാഗത്തേക്ക്, ക്ഷേത്രത്തിലേക്ക് കയറാനുള്ള എൻട്രൻസ്. ക്ഷേത്രം ഇവിടുന്ന് വീണ്ടും ഒരു 3 മണിക്കൂർ മല കയറിയെങ്കിൽ ക്ഷേത്രത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അത് നമുക്കിപ്പോൾ പറ്റില്ലല്ലോ. അത് പിന്നീടൊരിക്കൽ ക്ഷേത്രം നമുക്ക് വീഡിയോയിലെടുക്കാം. ഹോട്ടൽ കോഫി ലാൻഡ്, ചെറിയ ചെറിയ കടകളൊക്കെയാണ്.
ഞങ്ങളിങ്ങനെ നോക്കുകയാണ് എങ്ങനെയാണ് അതിൻ്റെ ഇതിലേക്ക് പോവുക എന്ന്. അതുകൊണ്ട് ഒരു കേബിളിൻ്റെ ലൂടെ ഒരു കുരങ്ങൻ അതിൻ്റെ കുഞ്ഞുമായിട്ട് വളരെ ഈസി ആയിട്ട് നടന്നു പോകുന്നത് കണ്ടില്ലേ. വളരെ ഈസി ആയിട്ടാണ് നടന്നു പോകുന്നത് അതിൻ്റെ കുഞ്ഞിനെയും കൊണ്ട്. കേബിള് ഇങ്ങനെ കിടക്കുകയാണ്, അതിൻ്റെ താഴത്തെ കേബിളിലും എല്ലാം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ഒരു വിഹാര കേന്ദ്രമാണ് ഇവിടെ. നല്ല രസമാണ് കാണാൻ. നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ ഓടി മറയുകയാണ്. കാരണം ഈ സീസൺ അല്ലാത്തതുകൊണ്ടും ഇപ്പം ജനങ്ങളെ കാണാത്തതുകൊണ്ടും അവർക്ക് ഭയം ഉണ്ടായിരിക്കാം, അതായിരിക്കാം ഓടുകയാണ്. ഞങ്ങൾ ഇതാണ്ട് ഈ ലോഡ്ജിൻ്റെയും ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ പുറകിലൂടെയുള്ള വഴിയിൽ, ഇതാണ് ക്ഷേത്രത്തിൻ്റെ എൻട്രൻസിലേക്കുള്ള ഒരു പാതയാണിത്. മുന്നിലൂടെ വന്ന് സ്റ്റെപ്പ് കയറിയാലും ഈ പാതയിൽ കയറിയിട്ടാണ് മുകളിലോട്ട് കയറി പോകുന്നത്. ഇതൊരു കോൺക്രീറ്റ് റോഡാണ്. ഇത് വികസനം വന്നപ്പോൾ ഇതിങ്ങനെ ഓരോ റോഡുകൾ ഉണ്ടാക്കിയതാണ്. അത്രയേറെ ജനങ്ങളല്ലേ വന്ന് മറിയുന്നത്. അപ്പോൾ അത്രയും ആൾക്കാരെ ഇവിടെ ഇത് ചെയ്യണ്ടേ. അത് കാരണമാണ് ഇത്ര റോഡുകളും ഇത്ര ലോഡ്ജുകളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയും കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് ഭാഗത്തേക്ക് വന്നെങ്കിലും ഞങ്ങൾ ധൈര്യസമേതം ഇതിനുള്ളിലേക്ക് ഓടിച്ചു കയറ്റി. സാധാരണ അതിനുള്ളിലേക്ക് പോകാൻ പാടില്ലാത്തതാണ്, പക്ഷേ എന്തോ അതിനുള്ളിലേക്ക് കാർ ഓടിച്ച് അങ്ങ് എൻ്റെ വരെ പോയി. ഇതിനുള്ളിൽ ആരും അവിടെ ഇല്ലായിരുന്നു, ആരും കണ്ടില്ല. ഉള്ളവർ വിചാരിച്ച് കാണും അവിടുത്തെ ആരെങ്കിലും ഉദ്യോഗസ്ഥന്മാരായിരിക്കുമെന്ന് വിചാരിച്ചത് കൊണ്ടാവാം ആരും ഒന്നും പറഞ്ഞില്ല. സത്യത്തിൽ അതിനുള്ളിലേക്ക് വാഹനം ഓടിച്ച് ഒരു പുറത്തു നിന്നുള്ളൊരു പാർട്ടിയൊന്നും അവിടെ വാഹനം ഈ സമയത്തൊന്നും ഓടിച്ച് കയറ്റാൻ പാടുള്ളതല്ല. അപ്പോൾ അവിടെ ഇന്ന് ആരും ഇല്ലാത്തതിൻ്റെ പേരിൽ ഒന്നും സംഭവിച്ചില്ല. ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവിടുന്ന് റിവേഴ്സ് എടുത്ത് അവിടുന്ന് മുകളിലോട്ടാണ് മല കയറുന്നത്. അവിടുന്ന് ഞങ്ങൾ റിവേഴ്സ് എടുത്തു, തിരികെ വെളിയിലിറങ്ങി. തിരികെ വെളിയിലിറങ്ങാനാണ് ഞങ്ങളുടെ പ്ലാന്. അതാണ്ട് അടുത്ത പന്നിക്കൂട്ടങ്ങൾ. എന്തൊരു പവറാണ്, എന്തൊരു വണ്ണമാണ് അതിനെയൊക്കെ കാണാൻ. കുട്ടികളെ കണ്ടില്ലേ, 3, 4, 5 കുട്ടികളും വലിയ തടിയും പന്നികൾ. അയ്യോ, ഇത് ആകെ ഓടി ഒരു കുത്തുകുത്തി. ഇപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തെല്ലാം ഇതുണ്ടല്ലോ, ഇങ്ങനെ വെറ്റുവരി കിടക്കുകയാണ് കാട്ടിനകത്ത്. അതുകൊണ്ട് ഉള്ള വേസ്റ്റെല്ലാം അത് തിന്നോളും. എന്തായാലും അവിടെ വേസ്റ്റൊന്നും കിടക്കത്തില്ല, എല്ലാ വേസ്റ്റും കടിച്ചു പറിച്ച് തിന്നോളും. അത് കഴിഞ്ഞ് മകളുടെ അടുത്ത് പറഞ്ഞു, നീ ഒന്ന് കയറി നോക്കാൻ പറഞ്ഞു. അങ്ങനെ അവൾ മുകളിലോട്ട് കയറുകയാണ് ക്ഷേത്രത്തിൻ്റെ. ഇതാണ് എൻട്രൻസ്. അവിടെ ഒരു പെട്രോൾ പമ്പുണ്ട്, അതിപ്പോൾ പക്ഷേ പ്രവർത്തിക്കുന്നില്ല. സീസണിൻ്റെ സമയത്ത് പ്രവർത്തിക്കുക. ഞങ്ങളങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി. ആദ്യം കണ്ട അയ്യപ്പ വിഗ്രഹം, ഇത് എൻട്രൻസിലേക്കുള്ള കവാടത്തിലേക്കുള്ള ഒരു വിഗ്രഹമാണ്. അവിടുന്ന് ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. തിരിച്ചു പോന്നപ്പോഴാണ് ഒരു കറുത്ത കുരങ്ങനെ, സത്യത്തിൽ ഈ ബ്ലാക്ക് കുരങ്ങനെ കേരളത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇത്രയും ബ്ലാക്കായിട്ടുള്ളത്. അത് കുറച്ച് നേരം അതിനെ വീഡിയോ എടുത്തു. അത് അപ്പോഴത്തേക്ക് ചാടി. ഞങ്ങൾ അത് നമ്മൾ സ്ഥിരം കാണുന്ന സാധാരണ കുരങ്ങ് വർഗത്തിൽപ്പെട്ടാണ്. കറുത്ത കുരങ്ങ് അപ്പുറത്തോട്ട് ചാടിപ്പോയി. ഇത് നമ്മൾ സ്ഥിരം കാണുന്ന കുരങ്ങുകളാണ്. അവരെല്ലാം ഇങ്ങനെ നോക്കുന്നു. അതാണ്ട് ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ടല്ലേ, ഈ ബ്ലാക്ക് കുരങ്ങനെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ശബരിമല ഭാഗത്ത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ കറുത്ത കുരങ്ങനെ നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസൊക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുക. ഞങ്ങൾക്ക് പോയി കാണാമല്ലോ. ഈ കേരളത്തിൽ എവിടെയാണ് കൂടുതലായി കാണുന്നത് എന്നറിയില്ല. എന്തായാലും ശബരിമല യാത്രയിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കാനന ഭംഗിയൊക്കെ ആസ്വദിച്ച് അയ്യപ്പനോട് യാത്ര പറയുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക,
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. രാജേഷ്.